നമസ്കാരം. കോയമ്പത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട അണ്ണാമലൈജി അതിശക്തമായി തന്നെയാണ് മുന്നേറിയത്. എന്നാൽ സനാതനധർമ്മത്തെ ഇകഴ്ത്തി കാണിക്കുകയും നാടിനെ നശിപ്പിക്കാൻ വേണ്ടി ഏത് ശക്തികളുമായി കൂട്ടുകൂടുകയും പണാധിപത്യം കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സ്റ്റാലിനും കൂട്ടരും തമിഴ്നാട്ടിൽ സാങ്കത്തികമായിട്ട് വിജയിച്ചിട്ടുണ്ടാകാം. എന്നാൽ അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ലീഡർ പരാജയപ്പെട്ടു പോയി എന്ന കാരണം കൊണ്ട് അവിടെ ഒരാടിനെ നടുറോഡിൽ വെട്ടി ചോരയൊഴുക്കി ആഹ്ലാദിക്കുമ്പോൾ അവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രവർത്തകർ മനസ്സിലാക്കേണ്ടത് ഇന്ത്യ മഹാരാജ്യത്തിനകത്താണ് തമിഴ്നാട്, തമിഴ്നാടിനകത്തല്ല ഭാരതം എന്ന് പറയാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. വരാൻ പോകുന്ന നാളുകളിൽ രാജ്യത്തിൻ്റെ ഭരണചക്രം തിരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളിൽ ഒരാളായി അവിടെ നിന്ന് സാധാരണക്കാരൻ്റെ പ്രതിനിധിയായി കഷ്ടപ്പെട്ട് പഠിച്ച് അത്യധ്വാനം ചെയ്ത് IPS ഓഫീസറായി കടന്നു വന്ന് പിന്നീട് സ്വന്തം ജോലി തന്നെ ഈ രാജ്യത്തിൻ്റെ മുന്നിൽ ഉപേക്ഷിച്ച് മുഴുവൻ സമയ പൊതുപ്രവർത്തകനായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള അണ്ണാമലയ്ക്ക് പകരം വെക്കാൻ ഒരു രാഷ്ട്രീയ നേതാവും എന്തായാലും തമിഴ്നാട്ടിൽ സ്റ്റാലിൻ്റെ പാർട്ടിയിൽ ഇല്ല എന്നുള്ളത് നാട് മുഴുവൻ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ.